പാളയം രാജൻ, അങ്ങ് ആമുഖമായി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നായയുടെ കടിയേറ്റ വ്യക്തിയാണ്, ഒരു കൗൺസിലറാണ്, പ്രധാനപ്പെട്ട പാളയം പോലെയുള്ള മേഖലയിലെ. അപ്പോൾ നമുക്ക് തീർച്ചയായും ഗൗരവത്തോടെ ഈ വിഷയത്തെ സമീപിക്കേണ്ടതുണ്ട്. കാരണം ABC കേന്ദ്രങ്ങൾ നമുക്കുണ്ട്. അത് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചട്ടപ്രശ്നമാണ് നേരത്തെ മന്ത്രി ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ വരുന്ന പ്രതികരണങ്ങളിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥയോർത്താണ് മാതാപിതാക്കൾ വളരെ ആശങ്കാകുലരായി മാറുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരുമിച്ചുള്ളൊരു യജ്ഞം അത് എങ്ങനെ നടപ്പിൽ വരുത്താൻ കഴിയും? തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ആവുന്ന തരത്തിലുള്ള പദ്ധതികൾ തയ്യാറാക്കി നടപ്പിലാക്കി വരുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നിലവിലുള്ളത്. ഇവിടെ പൂങ്കുളത്തും പേട്ടയിലും ഒക്കെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ABC പദ്ധതി നടപ്പിലാക്കുവാനും ഇതിനെ അതാത് മേഖലകളിൽ പരാതിയുള്ള മേഖലകളിൽ നിന്ന് നായ്ക്കളെ പിടികൂടി വന്ധീകരിക്കുന്നതിനുള്ള പരിശ്രമം നടത്തുന്നതാണെങ്കിൽ പോലും ഇത് അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അതിനെ ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഇല്ലായ്മ ചെയ്യാൻ കഴിയും. എനിക്ക് 3 വർഷം മുമ്പ് നായയുടെ കടിയേറ്റതാണ്. വഴുതക്കാട് പോലീസ് കമ്മീഷണർ ഓഫീസിൻ്റെ മുന്നിൽ ഫുട്പാത്തിൽ കിടന്ന നായയെ പ്രഭാത സവാരിക്ക് ഇറങ്ങി എന്നെ കടിക്കുകയും ഞാൻ അതിൻ്റെ ചികിത്സ തേടുകയും ചെയ്ത സാഹചര്യം എൻ്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ ഇവിടെ കുട്ടികളെ ആയാലും മുതിർന്നവരെ ആയാലും ആക്രമിക്കുന്ന തരത്തിലേക്ക് ഒരു ഭീതി പരത്തുന്ന സാഹചര്യം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലും ഉണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഒരു സ്പെഷ്യൽ ഡ്രൈവ് നടത്തി സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ ഇതിനെ ഒരു നിയന്ത്രണം വരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുമെന്നാണ്. കുറെ കാലങ്ങളായി സർക്കാർ സംവിധാനവും തദ്ദേശ വകുപ്പുകളും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാണ്. പക്ഷെ അതിനൊരു കുറവ് കാണില്ലാത്തതാണ് ആളുകളിൽ ആശങ്ക ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ PS ശ്രീകുമാർ നമുക്കൊപ്പം വീട്ടിൽ ചേരുന്നുണ്ട്. ശ്രീ PS ശ്രീകുമാർ, വളരെ വളരെ ഭയപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ്. 3 കുഞ്ഞുങ്ങളുടെ മരണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. എന്താണ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഒക്കെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്? ആളുകളുടെ ആശങ്ക പരിഹരിക്കാൻ എന്ത് ചെയ്യാൻ കഴിയും? എന്തുകൊണ്ടാണ് നമുക്ക് കാര്യങ്ങളെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ കഴിയാത്തത്? നമസ്കാരം. ഇവിടുത്തെ ചർച്ചയിൽ പ്രധാനമായി ABC സെന്ററുകളെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചയാണ് നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് നിലവിൽ പ്രവർത്തനക്ഷമമായ ഒരു ABC സെന്റർ മാത്രമേ ഉള്ളൂ. അത് പേട്ട മൃഗാശുപത്രിയിലാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന തിരുവല്ലം വണ്ടിത്തടം ABC സെന്റർ ഇപ്പോൾ റിനോവേഷനിലാണ്. അത് ഉടനെ തന്നെ അതും ഒരു പബ്ലിക് കംപ്ലൈൻറ്റ് തുടർന്ന് നിർത്തിയതാണ്. അതും ഉടനെ പ്രവർത്തനക്ഷമമാക്കാനുള്ള റിനോവേഷൻ വർക്ക് പൂർത്തീകരിക്കുകയാണ്. അത് ഉടനെ തന്നെ പ്രവർത്തനക്ഷമമാക്കാൻ പറ്റും. ഇത് രണ്ടും കോർപ്പറേഷൻ പരിധിയിലുള്ള നായ്ക്കളുടെ വന്ധ്യീകരണത്തിന് വേണ്ടിയിട്ട് സജ്ജമാക്കിയിട്ടുള്ളതാണ്. ഇതിന്റെ പ്രവർത്തനം പൂർണ്ണമായിട്ടും ക്രോഡീകരിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അതിൽ ഡോക്ടറും അടങ്ങിയ ഒരു സംഘമാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കുന്നത്. ഇനി റൂറൽ ഏരിയയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2-3 വർഷമായി ABC പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരം കിട്ടിയ സർജറി സെന്ററുകളിൽ വെച്ച് മാത്രമേ ABC ചെയ്യാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. അത്തരത്തിൽ ഒരു റൂറൽ ഏരിയയിൽ നമുക്കൊരു ABC സെന്റർ നിലവിൽ ഇപ്പോൾ ഇല്ല. എന്നാൽ ഒരു ABC സെന്ററിന്റെ പ്രവർത്തനക്ഷമമാകുന്നതിന് ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ വർക്കല പ്രദേശത്തുള്ള ചെമ്മരുതിയിൽ ഒരു ABC സെന്ററിന്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇനി അതിന്റെ സാങ്കേതികമായ കുറച്ച് പ്രവർത്തനങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. അത് ഏകദേശം ഒരു 3 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാം. ഈ ഗ്രാമപ്രദേശങ്ങളിൽ ആകെ ഒന്ന് എന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഈ പ്രശ്നം തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കുറെ കാലമായി. എന്തുകൊണ്ടാണ് നമുക്ക് അതിലൊരു കാലതാമസം വരുന്നത്? അങ്ങനെ കേന്ദ്രങ്ങൾ തുടങ്ങാൻ അതിലേക്ക് വരികയാണ്. ഈ സ്റ്റാറ്റിക് ആയിട്ടുള്ളത് ഒരു സ്ഥലത്ത് മാത്രം, നേരത്തെ ഇവിടെ ചർച്ചയിൽ തന്നെ സംസാരിക്കുകയുണ്ടായി, ഒരു സ്ഥലത്ത് മാത്രം ഒരു ABC സെന്റർ ഉണ്ടാകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങളുടെ ആ സ്ഥലത്തുള്ള സമീപവാസികളുടെ ഒരു എതിർപ്പ് വരാറുണ്ട്. കാര്യം മറ്റ് പ്രദേശങ്ങളിലുള്ള നായ്ക്കളെ ഇവിടെ കൊണ്ടുവന്ന് വന്ധ്യീകരിക്കുന്നതിലൊക്കെ എതിർപ്പ് കാണിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ വളരെ താല്പര്യത്തോടുകൂടി ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി തന്നെ ഇതിനൊരു ചർച്ച വയ്ക്കുകയും തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു റേബീസ് ഫ്രീ തിരുവനന്തപുരം എന്ന് പറയുന്ന പദ്ധതിയുമായി സംയോജിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു ഡിസ്കഷൻ നടത്തുകയും മന്ത്രിയുടെ തന്നെ പ്രത്യേക താല്പര്യത്തിന്റെ ഭാഗമായി ഒരു പുതിയ പദ്ധതി പോർട്ടബിൾ ABC സെന്റർ, സഞ്ചരിക്കുന്ന ABC സെന്റർ, അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ അതിന്റെ തത്വത്തിൽ അംഗീകരിക്കുകയും ബഡ്ജറ്റിൽ ഇപ്പോൾ 2.5 കോടി രൂപ അതിനു വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. പൈലറ്റ് പ്രോജക്റ്റായിട്ട് തിരുവനന്തപുരത്ത് ആരംഭിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്ക് സർജറി അനിമൽ വെൽഫെയർ ബോർഡ് ഓഫ് ഇന്ത്യ അംഗീകാരം നൽകുന്ന തരത്തിലുള്ള ഒരു സർജറി യൂണിറ്റ് അത് നമുക്ക്
ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയി എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ നടപ്പാക്കേണ്ട കാര്യമാണ്. വേഗത പോരാ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം. നമുക്ക് പദ്ധതികളുണ്ടോ, പദ്ധതികളുടെ പേരിന് പദ്ധതികളുണ്ട്, പക്ഷേ ഫണ്ടിന്റെ ഒരു കോർഡിനേഷന്റെ ഒരു ഈ മെല്ലെപ്പോക്ക് അത് പലപ്പോഴും നമ്മൾ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നായകടി ഏൽക്കുന്ന ഒരു സമയമൊക്കെ ആകുമ്പോൾ വലിയ ചർച്ചകൾ നടത്തും, വലിയ രീതിയിലൊക്കെ തന്നെ ഇടപെടൽ വരുന്നു, പിന്നീട് വീണ്ടും പഴയതുപോലെ എന്നുള്ള അവസ്ഥ. അതിനൊരു മാറ്റം വരണ്ടേ? കൃത്യമായ ഒരു ഏകോപനം നടത്താൻ ഇത് മോണിറ്റർ ചെയ്യുന്നതിൽ ഒരു അപര്യാപ്തം ഉണ്ടോ ഡോക്ടർ? ഇല്ല, ഇത് നമുക്ക് ഡിസംബറിൽ ആരംഭിച്ച ഒരു ചർച്ചയാണ്. അത് മന്ത്രി തന്നെ ഈ ഏജൻസികളെ വിളിച്ചുകൊണ്ടൊരു ചർച്ച നടത്തുകയും നമുക്ക് ഇതിനൊരു ഫണ്ടിങ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് ലിമിറ്റഡ്, ഇതൊരു പൈലറ്റ് പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സാധിക്കുക എന്നുള്ളത് കൊണ്ട് നമുക്ക് ടെൻഡർ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുമ്പോൾ ഒത്തിരി സമയമെടുക്കും. ഇപ്പൊ ഇന്ത്യൻ ഇമ്മ്യൂണോളജിക്കൽസ് എന്ന് പറഞ്ഞാൽ NDDBയുടെ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ ഒരു സബ്സിഡിയറിയാണ്. അവരാണ് അവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ്, അവരുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കോർപ്പറേഷനിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ റേബീസ് ഫ്രീ തിരുവനന്തപുരം പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ അവരുടെ തന്നെ ഈ കടിയേറ്റ ആളുകളുടെ പ്രതികരണം ഒന്ന് കേൾക്കാം നമുക്ക്. ഞാൻ ഇരുന്ന് കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. പട്ടി ഒന്ന് ചാടി കയറി പിടിച്ചു. പട്ടി ചാടി കയറി പിടിച്ച് അടുത്ത ഒരാൾ റിപ്പോർട്ടായിരുന്നു. അയാൾ പട്ടിയെ അടിച്ചതിന് ശേഷം പട്ടി പിടിവിട്ടിട്ട് പോയത്. പിന്നെ അന്നേരം എല്ലാവരും കൂടെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. കൊല്ലൂർ കൊണ്ടുപോയിട്ട് പിന്നെ ആ വഴിക്ക് പിന്നെ പാരപ്പള്ളിയിൽ ഇഞ്ചക്ഷൻ ഉള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പാരപ്പള്ളി കൊണ്ടുപോയി. ജനകീയ ഹോട്ടലിൽ ആ ചേച്ചിയെ കടിക്കാനായിട്ട് ഈ പട്ടി കടക്കകത്തോട്ട് കയറിപ്പോയി. അപ്പം ഞാൻ അടുത്തുനിന്നൊരു കമ്പ് എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് അവരെ കടിക്കില്ല, അവരിൽ കുനിഞ്ഞിൽ കസേരഞ്ഞിട്ട് മാറ്റുക, ബാഗിൽ കൂടെ ഞാൻ കമ്പ് എടുത്തുകൊണ്ട് അടിക്കാനായിട്ട് വന്നു. അപ്പോൾ ഇത് അവിടെ നിന്ന് ഒരൊറ്റ കുതിപ്പിന് എൻ്റെ പുറത്തുടഞ്ഞ് വീണിട്ട് എൻ്റെ കൈ കയറി പിടിച്ച് കടിച്ച്, എന്നിട്ട് ഞാൻ നല്ല തറയിൽ വീണു. ഞാൻ അങ്ങോട്ട് സ്കൂട്ടർ വെച്ചിട്ട് ലാബിനകത്തോട്ട് കയറി എൻ്റെ പേരെഴുതാനായിട്ട് ആ പുള്ളി അങ്ങോട്ട് പോയപ്പം പുറകിൽ ഈ കുഞ്ഞുങ്ങൾ നമ്മൾ നിൽക്കുമ്പോൾ കെട്ടിപ്പിടിക്കുന്ന എങ്ങനെ ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നമ്മുടെ എനിക്ക് വന്ന് കെട്ടിപ്പിടിക്കുന്ന പോലെ ഒരു കെട്ടിപ്പിടി പോലെ എനിക്ക് തോന്നി. നോക്കി കെട്ടിപ്പിടിയും കടിയും കൂടെ ഒന്നിച്ചായിരുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഒരു ചുമന്ന ഒരു പട്ടി അത് കടിച്ചിട്ട് ഓടുന്നു. അഞ്ചൽ മേഖലയിൽ പട്ടിയുടെ കടിയേറ്റവരുടെ പ്രതികരണമാണ്. ആളുകൾ എത്രത്തോളം ഭയചകിതരായതാണ് നിൽക്കുന്നതെന്നാണ് ആ ഒരു പ്രതികരണം കേട്ടപ്പോൾ ഒരാളുടെ കണ്ണിലാണ് ചാടിക്കടിക്കുകയാണ്. അപ്പൊ ദൃശ്യത്തിൽ നിലത്തിട്ട് ഉരുട്ടിയാണ് കുഞ്ഞുങ്ങളുടെ അവസ്ഥ ആലോചിച്ചോണം, എത്രത്തോളം ചാടിക്കയറി. മരണം സംഭവിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ മരണം സംഭവിച്ചു, കുഞ്ഞിന്റെ തലയ്ക്ക് കടിയേറ്റിരുന്നു. അതൊക്കെയാണ് ആ കുഞ്ഞിന്റെ മരണത്തിലേക്ക് പോയതെന്നാണ്. പാളയം രാജൻ നമുക്കൊപ്പം തുടരുന്നുണ്ട്. പാളയം രാജൻ, ഈ തദ്ദേശ സ്ഥാപനങ്ങളൊക്കെയാണ് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടത്. ഒരുപാട് പരിമിതികളുണ്ട്. ഇപ്പോൾ ഈ ഡിസംബറിൽ ആരംഭിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു പൈലറ്റ് റണ്ണിങ്ങിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ സഞ്ചരിക്കുന്ന ABC കേന്ദ്രങ്ങൾ. പക്ഷേ ഇത് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല. ഇത് കുറേ നാളുകൾക്ക് മുമ്പേ നമ്മൾ ഗൗരവത്തോടെ എടുത്ത് ചെയ്യേണ്ടതായിരുന്നു. അതിന് കോർപ്പറേഷൻ തലത്തിൽ, പഞ്ചായത്ത് തലത്തിലൊക്കെ കുറച്ചുകൂടി ഗൗരവപൂർണ്ണമായ നടപടികൾ നേരത്തെ എടുക്കേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഒരു ഉപേക്ഷ വിചാരിക്കാതെ കാര്യക്ഷമമായി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പരിശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും പ്രോജക്റ്റിൽ ആവശ്യമായിട്ടുള്ള തുക വകയിരുത്തിക്കൊണ്ട് ഇതിന് ആവശ്യമായിട്ടുള്ള വോളണ്ടിയർമാരെയും ഡോക്ടർമാരെയും ഒക്കെ നിയമിച്ചുകൊണ്ട് ഈ നായശല്യമുള്ള പ്രദേശങ്ങളിൽ അവിടെ ഇടപെട്ട് നായ്ക്കളെ പിടിച്ച് അതിന് വാക്സിനേഷൻ കൊടുക്കുന്നതിനും അത് വന്ധീകരണത്തിനുള്ള സംവിധാനം ഇപ്പോൾ പൂങ്കുളം വണ്ടിത്തടത്തുള്ള സ്ഥാപനം മെയിൻ്റനൻസ് കിടക്കുകയാണ്. അതുപോലെ പേട്ടയിൽ അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി വരികയാണ്. അപ്പോൾ അത്തരം സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരും ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട മേയർ അതിനൊരു പ്രത്യേക താല്പര്യം എടുത്തുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നഗരത്തിൽ അത് നിയന്ത്രിക്കാൻ കഴിയുമെങ്കിലും ജില്ലയുടെ റൂറൽ മേഖലയിലാണ് കൂടുതൽ നായശല്യം ഇതുപോലെ കടിയേൽക്കുന്നതായിട്ടുള്ള പരാതികൾ റിപ്പോർട്ട് ചെയ്ത് വരുന്നത്. തീർച്ചയായും അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പായും ഇടപെടണം. ഡോക്ടർ ശ്രീകുമാർ, ഇപ്പോൾ എന്താ വാക്സിൻ്റെ കാര്യത്തിൽ വീണ്ടും ഒരു ചർച്ചയ്ക്ക് വഴിവെക്കുകയാണ്. കാരണം വാക്സിൻ എടുത്തവർക്ക് പോലും വിഷബാധ ഏൽക്കുന്നു. അപ്പോൾ വിശാല തരത്തിലുള്ളൊരു ബോധവൽക്കരണം അടക്കം വേണം. അങ്ങനെ എല്ലാ വകുപ്പുകളും, ഇത് മൃഗസംരക്ഷണ വകുപ്പായാലും മറ്റ് ആരോഗ്യ വകുപ്പിൻ്റെ സംയോജിതമായുള്ള ഒരു നിലവിലെ സംവിധാനം അത് നേരത്തെ തന്നെ രൂപീകരിച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് കുറച്ചുകൂടി കാര്യക്ഷമമാകേണ്ട അവസ്ഥയുണ്ടോ? എന്താണ് ഇനി അടുത്ത ഒരു ടൈമിലേക്ക് നിങ്ങളെ സംബന്ധിച്ചോളം, നമ്മളെയൊക്കെ സംബന്ധിച്ചോളം നമ്മളിനി കാത്തിരിക്കുന്നത്? ഈ ഒരു അവസ്ഥയ്ക്കൊരു വ്യത്യാസം വരണമല്ലോ. വളരെ കാര്യക്ഷമമായ ഒരു ബോധവൽക്കരണ പ്രവർത്തനം നടക്കുന്നുണ്ട്. എല്ലാ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. കടിയേറ്റ സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ട ബോധവൽക്കരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം
വാക്സിനേഷന് വേണ്ടി വരുന്ന ചികിത്സയ്ക്കായി വരുന്ന ആശുപത്രിയിൽ വെച്ച് നമുക്കൊരു ബോധവൽക്കരണം, അങ്ങനെ പല തലത്തിലായിട്ട് ബോധവൽക്കരണം വളരെ വ്യക്തമായി നടക്കുന്നുണ്ട്. അതിന് ഈ പറഞ്ഞ മിഷൻ റെയിൻ പീസ് എന്നുള്ള ഏജൻസിയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളോടൊപ്പം ചേർന്നിട്ടുള്ളത്. അവരുടെ ടീം ഈ പറഞ്ഞ ബോധവൽക്കരണം നടത്തുന്നുണ്ട്. പക്ഷേ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഡോഗ്സിന്റെ എണ്ണം കൂടുന്നതിനുള്ള ഒരു ജനങ്ങളുടെ ഒരു പങ്ക് നമുക്കൊരിക്കലും മാറ്റിവെക്കാൻ പറ്റത്തില്ല. നമ്മുടെ എല്ലാ ജനങ്ങളും കൂടെ വിചാരിച്ചാൽ മാത്രമേ തെരുവിലേക്ക് വരുന്ന നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയത്തുള്ളൂ. ABC ഒരു മാർഗമാണ്, അത് നമ്മൾ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. മറ്റൊരു കാര്യം, നമ്മുടെ ഉടമസ്ഥയിലുള്ള ഓൺ ഡോഗ്സ്, ഉടമസ്ഥനുള്ള ഡോഗ്സിനെ നമ്മളിപ്പോൾ കുട്ടികളെ വിൽക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അതിനെ നിർബന്ധമായും വന്ധ്യീകരിക്കണം. കാര്യം നമ്മൾക്ക് ആവശ്യമില്ലാത്ത കുട്ടികൾ ജനിക്കുകയാണെങ്കിൽ ഈ കുട്ടികളെല്ലാം തെരുവിലിൻ്റെ പോപ്പുലേഷൻ കൂട്ടുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് അതിനും മൃഗസംരക്ഷണ വകുപ്പ് ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഒരു മൊബൈൽ സർജറി യൂണിറ്റ്. ശരിയാണ്, അങ്ങ് പറഞ്ഞ പോലെ അതിന്റെ പ്രവർത്തനമൊക്കെ വേഗത്തിൽ നടപ്പിലാകട്ടെ. അത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നല്ല, ആരംഭിച്ചു കഴിഞ്ഞു. 14 ജില്ലകളിലും എല്ലായിടത്തും അതിന്റെ ഒരു സേവനം ലഭ്യമാകട്ടെ. ഗ്രാമ വ്യത്യാസമില്ലാതെ നായ്ക്കളുടെ എണ്ണം കൂടുന്നു. മാത്രമല്ല തെരുവുകളിൽ കടിയേൽക്കുന്നു. മാത്രമല്ല ഈ രാത്രികാലങ്ങളിലൊക്കെ തന്നെ പോകുമ്പോൾ പോലും വാഹനങ്ങൾ പോലും അപകടത്തിൽ വരുത്തുന്ന രീതിയിലേക്ക് നായകൾ കുറുകയാണ്. എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ട്. അപ്പോൾ ഗൗരവത്തോടെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ക്യാമ്പയിൻ ഇന്ന് തയ്യാറാക്കുകയും എല്ലാവരുടെയും വിദഗ്ധരുടെയൊക്കെ തന്നെ പ്രതികരണം തേടി. വളരെ നന്ദി ശ്രീ PS ശ്രീകുമാർ, ശ്രീ പാളയം രാജൻ.